കോളറയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. വേനൽക്കാലമായതിനാൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്നും നിർദ്ദേശം. മലിനജലത്തിലൂടെയും രോഗം പകരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം എന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സ്വദേശിയായ 63-കാരന്റെ മരണം കോളറ മൂലമെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, വേനൽക്കാലം ആരംഭിച്ചതോടെ പല പകർച്ചവ്യാധികളും സംസ്ഥാനത്തെ കീഴടക്കുകയാണ്. ഇപ്പോൾ കോളറ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന വസ്തുതയായി മാറുകയാണോ? കോളറയ്ക്കെതിരെ ജാഗ്രത വേണമെന്നാണല്ലോ ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. രോഹിണി, സംസ്ഥാനത്ത് കോളറ വ്യാപിക്കുന്നതിൽ യാതൊരുവിധ മുൻകരുതലുകളും സ്വീകരിക്കുന്നില്ല എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് 2 പേര് മരിച്ചതിൽ ഒരാൾ കോളറ ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. മലിനജലത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നുമാണ് ഇത്തരത്തിൽ കോളറ വ്യാപിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തലസ്ഥാനത്തും അതോടൊപ്പം സംസ്ഥാനത്തുള്ള വിവിധ കടകളിലും മറ്റും ഭക്ഷ്യവകുപ്പ് പരിശോധന നടത്തുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപ്രദേശങ്ങളിൽ വെള്ളം കെട്ടിക്കിടന്ന ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതും മലിനജലത്തെ ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങളും ഒന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടില്ല. അത്തരത്തിലുള്ളൊരു മുൻകരുതലുകൾ മാത്രം അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഈ പേശിവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയ അസ്വസ്ഥതകൾ കാണുകയാണെങ്കിൽ അടിയന്തരമായിട്ടത് ആശുപത്രിയിൽ കാണിച്ച് ചികിത്സ തേടണമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭക്ഷണം, വെള്ളം ഇവയൊക്കെ മലിനമല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് പൊതുജനങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിലുമാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് മരണപ്പെട്ട ആളുടെ കൂട്ടിരിപ്പുകാർക്കോ അതോടൊപ്പം തന്നെ ഈ പരിചരിച്ച നഴ്സുമാർക്കോ ആശുപത്രിയിലുള്ളവർക്കോ ഒന്നും ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചിട്ടില്ല എന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഇത്തരത്തിൽ 8 വർഷങ്ങൾക്ക് ശേഷം കോളറ ബാധിച്ച ഒരാൾ മരണപ്പെടുമ്പോൾ അത് അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട്. മറ്റ് മുൻകരുതലുകളും അതോടൊപ്പം തന്നെ ആശുപത്രികൾക്കും നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.